ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നേഹ. ഞാൻ XNYയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ 10th ബാച്ചിൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ മുതലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് ഇസ്രോയിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എനിക്കത് എങ്ങനെയാണ് അവിടേക്ക് അഗോളിക്ക് എത്തുക എന്നുള്ളത് തീരെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അജ്മൽ സാറ് എല്ലാ കരിയർ സെക്ഷൻസിലും പറയുന്ന ഒരു പോയിന്റാണ്, നമ്മുടെ ടീച്ചേഴ്സ് എഡ്യൂക്കേറ്റഡ് മാത്രമായ പോരാ, അവർ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം. അപ്പോൾ അതിൻ്റെ ലാക്ക് തന്നെയാവും. ഞാൻ ഫസ്റ്റ് പഠിച്ച സ്കൂളിൽ അവൻ്റെ പഠന രീതികളൊന്നും എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗോൾസിലേക്ക് നമ്മളെ എത്തിക്കാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നല്ല ഹാപ്പി ആയിരുന്നു. അതുപോലെ മാനേജ്മെന്റ് പല പല ഓഫേഴ്സ് നമുക്ക് നൽകിയിരുന്നു. അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് നല്ല കോച്ചിങ് തരും. കേരളാസ് നമ്പർ 1 കോച്ചിങ് സെന്റർ ആണ് ക്ലാസ് എടുക്കുക. അങ്ങനെ പല പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് നൽകിയിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പണ്ടത്തെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു മാറി ചേരണം എന്ന് വിചാരിച്ച ടൈം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഫസ്റ്റ് പഠിച്ച സ്കൂളിനെക്കാട്ടും ഒരു ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കുറവ്, ഫീസ് കൂടുതലാണ്, പക്ഷെ ഒക്കെ കുറവ്. ടീച്ചേഴ്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് നിലവാരം ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് തീരെ ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. പക്ഷെ അതൊന്നും തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ നിരാശയിൽ ഇരിക്കുന്ന ടൈമിലാണ് XNYനെ കുറിച്ചിട്ട് യൂട്യൂബിൽ അറിയണത്. അത് IITiansഉം NITiansഉം ഡോക്ടേഴ്സും ആണ് ക്ലാസ് എടുക്കുന്നത് എന്നാണ് ഫസ്റ്റ് കണ്ടത്. അത്ത ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ടൈം XNY ലേണിങ്ങിനെ കുറിച്ചിട്ട് അറിയണതും അതിൽ ജോയിൻ ചെയ്യണതും. അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും നല്ല ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് XNY ലേണിങ്ങിൽ ജോയിൻ ചെയ്തതാണെന്ന്. ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് ഫിസിക്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അത് അക്കാഡമിക് ഡയറക്ടർ ആയിരുന്നു അവിടുത്തെ ഫിസിക്സ് സാറ്. അപ്പോൾ ആൾക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വാട്സപ്പിൽ കൂടി ജസ്റ്റ് സെൻഡ് ചെയ്ത്, ഡൗട്ട് ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ ആ ഒരു ഹൈലൈറ്റിങ്ങിന്റെ കാരണം വെച്ചിട്ട് ആ സാർ എന്നോട് ചൂടായി, വാട്സപ്പിൽ കൂടെ വോയിസിൽ ചൂടായി. അതിനുശേഷം നമ്മൾ ലീഡർ ബോർഡിൽ എത്ര കയറിയാലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്ത് കിട്ടിയാലും നമ്മുടെ നെയിം വായിക്കില്ല, ബാക്കി എല്ലാവരും വായിക്കും. പക്ഷേ XNY ലേണിങ്ങിൽ ഏത് ടൈമിലും നമ്മുടെ സിലബസ് ആണോ അല്ലയോ, സറൗണ്ടിങ് ആണോ അല്ലയോ, നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ ഏത് ടൈമിലും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ ഒരു വണ്ടർഫുൾ ഫാക്കൽറ്റി. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മെന്റർഷിപ്പ്. എൻ്റെ മെന്റർ പറഞ്ഞ നീതു മാം ആണ്. എനിക്ക് ഏറ്റവും നമ്പർ 1 ആയിട്ട് തോന്നിയത് നീതു മാമിന് തന്നെയാണ്. കാരണം നമുക്ക് ഏത് ടൈമിലും നമുക്ക് ഫേവറബിൾ ആയിട്ട് മിസ്സിനെ കോണ്ടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ടും ഒരു പ്രശ്നമില്ലാണ്ട് ക്ലിയർ ചെയ്തോ, ഒരു മടുമടുപ്പോ ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ എന്ന് പറയുന്നത് XNYനായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയർക്ക് JEEയുടെ കോഴ്സ് ഉണ്ടല്ലോ, അത് സാറ് പറഞ്ഞ പോലെ അതിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇയർക്ക് 8th സ്റ്റാൻഡേർഡിക്ക് എൻ്റെ സിസ്റ്ററിനെ XNY ലേണിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, XNY ലേണിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫൗണ്ടേഷൻ കോഴ്സ് ഓർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതായത് ആ ഒരു XNY എന്നുള്ളതിൽ തന്നെ അതിൻ്റെ ഫുൾ മീനിങ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് അറിയാം എക്സും വൈയും നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, അതായത് മാത്സിന് വേരിയബിൾസിനാണ് യൂസ് ചെയ്യുക. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, കീപ്സ് ചേഞ്ചിങ്, നമുക്ക് അതിന്റെ വാല്യൂസ് എത്ര വേണമെങ്കിലും മാറ്റാം, വാല്യൂസ് മാറ്റുന്ന സാധനമാണ്. അതുപോലെ നമ്മൾ ഇതിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതോ എങ്ങനെ പഠിച്ചിരുന്നോ അതൊന്നുമല്ല. നമുക്കവിടെ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള താല്പര്യം ആൻഡ് നമ്മുടെ ഡ്രീം എന്താണ്. XNY ലേണിംഗിൽ ജോയിൻ ചെയ്ത നമ്മുടെ ഡ്രീം എന്താണോ അവിടേക്ക് 100% ഷുവർ ആയിട്ട് നമ്മൾ എത്തുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനിയും XNY വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.